ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. സാന്ത്വനം സീരിയലിൻ്റെ ഇന്നത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബാലനും ഗോമതിയും കൂടെ ആ ഒരു തണുപ്പത്ത് കൂടെ ഇങ്ങനെ നടക്കുകയാണ്. ആ സമയത്താണെങ്കിലോ ബാലൻ്റെ അടുത്ത് ഗോമതി പറഞ്ഞു, ബാലേട്ടന് ഇപ്പം നല്ല പനിയുണ്ട്, ബാലേട്ട നമുക്ക് അകത്തോട്ട് പോയാലോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല ഗോമതി, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. ഞാനിപ്പോൾ ശരിക്കും ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട് നമ്മുടെ ഗോമതിയുടെ അച്ഛൻ്റെ കടയിലേക്ക് എത്തിപ്പെട്ട കാര്യങ്ങളും താനിപ്പോൾ ഒരു അനാഥനല്ലെന്നും തനിക്കൊരു കുടുംബമുണ്ട് എന്നുള്ള കാര്യമൊക്കെ ബാലൻ ഇങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി തന്നെ നമ്മുടെ ഗോമതിയുടെ അടുത്ത് പറഞ്ഞു. ഗോമതി ആണെങ്കിലോ, എൻ്റെ ബാലേട്ടനെ ഒരിക്കലും തനിച്ചാക്കാനായിട്ട് ഈ ഗോമതി ജീവിച്ചിരിക്കുമ്പം സാധ്യമല്ല. ഞാനുണ്ടാകും, നമ്മുടെ മക്കളുണ്ടാകും, ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്നും പറഞ്ഞിട്ട് അവൾ അവനെ പതുക്കെ ആ ഒരു റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ്. ഈ സമയത്താണെങ്കിലും ബാലന് നല്ല രീതിയിൽ തന്നെ ചുമയൊക്കെ ഉണ്ട്. അങ്ങനെ അവിടെ ആ ഒരു കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണെങ്കിലും നമ്മളെ കാണിക്കുന്നത് നമ്മുടെ മീനാക്ഷിയെയും ആകാശിനെയും ആണ്. രണ്ടാളും കൂടെ ആ ഒരു കൊടൈക്കനാൽ ഫുള്ളും ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. അച്ഛന് പനിയാണ്, അച്ഛനെ നോക്കാനായിട്ട് അമ്മ അവിടെ ഇരിക്കുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ അറിയാലോ. അതുകൊണ്ട് തന്നെ ഇവരാണെങ്കിൽ ഈ ഒരു ലൈഫ്, ഇവരുടെ ഹണിമൂൺ ലൈഫ് അത് എൻജോയ് ചെയ്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന സമയത്താണെങ്കിൽ ആകാശ്, ഇന്ന് ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ്. മീനാക്ഷിയുടെ ഈ ഒരു വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ആകാശിനും വലിയ സന്തോഷമായി. അല്ല, ഇനി നമ്മൾ എങ്ങോട്ടാണ് അടുത്ത ട്രിപ്പ് പോകുന്നത്, അതൊക്കെ ഉണ്ട്. അങ്ങനെ ഇവർ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പം നമ്മുടെ മിത്രയുടെ കള്ളക്കാമുകനുണ്ടല്ലോ, അവനും അവൻ്റെ ചില കൂട്ടാളികളും കൂടെ ചെറിയൊരു കാര്യമൊക്കെ പ്ലാൻ ചെയ്യുകയാണ്. ഇതുപോലെ കൊടൈക്കനാൽ പോലെയുള്ള സ്ഥലത്തൊക്കെ വരുന്ന ദമ്പതിമാരെ ട്രാപ്പ് ചെയ്തിട്ടുള്ള ഒരു പ്ലാൻ. അപ്പം നമ്മുടെ ആകാശിനെയും മീനാക്ഷിയെയും കണ്ടു. അവിടെ വെച്ച് തന്നെ ഇവരെ നമുക്ക് സെലക്ട് ചെയ്താലോ, ഇവരെ നമുക്ക് ട്രാപ്പിലാക്കാം, ചുമ്മാ ഒന്ന് എറിഞ്ഞിടാന്നും പറഞ്ഞ് മീനുവിൻ്റെയും ആകാശിൻ്റെയും അടുത്ത് വന്നു. അതെ, നിങ്ങൾക്ക് ഞങ്ങളുടെ കൊടൈക്കനാലൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇവിടെ ഇത് മാത്രമല്ല, ഇവിടെ വളരെ അധികം പഴക്കം ചെന്ന ഒരു ലോഡ്ജുണ്ട്. ആ ഒരു ലോഡ്ജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പിന്നീട് ഒരിക്കലും ഇവിടെ വരുമ്പം അവിടെ കയറാതെ പോകുകയില്ല. അത്ര കണ്ട് നല്ല സൂപ്പർ ഒരു അറ്റ്മോസ്ഫിയർ ആണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവർ വലിയ കാര്യത്തിന് ജംബോ വാലി പാർക്കിനെ കുറിച്ചും അവിടുത്തെ ആ ഒരു ലോഡ്ജിനെ കുറിച്ചും ഒക്കെ പറഞ്ഞപ്പം നമ്മുടെ മീനുവിനും ആകാശിനും ഒക്കെ ആഗ്രഹമായി. ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് അറിയില്ലല്ലോ, ഇവരെ പെടുത്താനുള്ള ഒരു പറച്ചിലാണ് ഇവന്മാർ വന്ന് പറയുന്നതെന്ന്. അങ്ങനെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ തിരക്കി. ഞങ്ങൾ ഇന്ന് തന്നെ അവിടെ എത്താം, വഴിയൊക്കെ പറഞ്ഞു തന്നതിന് വളരെ ഉപകാരമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇവരവിടെ നിന്ന് പോരുക. ഈ സമയത്താണെങ്കിലോ നമ്മുടെ ബാലന് ആ ഒരു പനിയും ചുമയും ഒക്കെ കൂടുതലായി. ഡോക്ടറൊക്കെ എത്തി. അവിടത്തേക്ക് നമ്മുടെ മീനുവും ആകാശും കൂടെ വന്നു. അങ്ങനെ അവർ ചെന്ന് കാണുമ്പോൾ കാണുന്ന കാഴ്ച, തൻ്റെ അച്ഛന് ശരിക്കും പനിയുണ്ട്. അല്ല, ഇതെന്താ സംഭവിച്ചത്? പനി കൂടാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കഴിക്കുകയോ അല്ലെങ്കിൽ തണുപ്പത്തിറങ്ങി നടക്കുകയോ ഒക്കെ ചെയ്തോന്ന് ഡോക്ടർ ചോദിക്കുകയാണ്. അതെ, അദ്ദേഹം ഒന്ന് പുറത്തിറങ്ങിയായിരുന്നു. അപ്പോൾ അച്ഛൻ മനഃപൂർവ്വം അസുഖം വിളിച്ച് വരുത്തിയതാണ് എന്നും പറഞ്ഞ് മീനാക്ഷിയാണെങ്കിൽ പുറം തിരിഞ്ഞ് നിൽക്കുക. മീനു, നീ അച്ഛനെക്കുറിച്ച് അങ്ങനെയൊന്നും പറയില്ലേ? അച്ഛന് വയ്യെങ്കിൽ അച്ഛനെ നോക്കാനായിട്ട് ഇവിടെ അമ്മയുണ്ടല്ലോ, അനുക്കുട്ടിയുണ്ടല്ലോ, ആര്യനും ഉണ്ട്, നമുക്ക് പുറത്ത് പോവാമെന്നും പറഞ്ഞ് മീനു നിർബന്ധം പിടിക്കുകയാണ്. അങ്ങനെ അവരവിടെ നിന്നും അവരുടെ റൂമിലേക്ക് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച വലിയ വ്ലോഗിംഗ് സെറ്റപ്പിൽ നിന്നും വീഡിയോ എടുക്കുന്ന അനുക്കുട്ടിയാണ്. അനു പറഞ്ഞു, ഹലോ ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് കൊടൈക്കനാലുള്ള ഇന്ന റിസോർട്ടിലാണ്. എൻ്റെ ഏട്ടനും ഏട്ടത്തെയും എൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവരിങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ മീനാക്ഷിക്കാണെങ്കിൽ അനുവിനെ കണ്ട് കലി വരികയാണ്. ഇവള് ആ റൂമിൽ ചെന്നാൽ അവിടെയും വരും, ഇവിടെ വന്നാൽ ഈ റൂമിലും ഉണ്ടാവും. അതെ അനുക്കുട്ടി, ഇത് ചേച്ചിയുടെയും ചേട്ടൻ്റെയും റൂമാണ്, ഈ കാര്യം മോള് മറന്നുപോയോ എന്ന് ചോദിക്കുമ്പം, ഹലോ ഗൈസ്, എൻ്റെ ചേച്ചി ഭയങ്കര ഒരു തമാശക്കാരിയാണ്, തമാശ പറച്ചിലാണ് ചേച്ചിയുടെ മെയിൻ ഹോബി എന്നൊക്കെ പറഞ്ഞ് മീനാക്ഷി ആ ഒരു വ്ലോഗിൽ ഉൾപ്പെടുത്തുമ്പോഴത്തേക്കിനും മീനാക്ഷി കലി പൂണ്ട് അവിടുന്ന് ഇറങ്ങി റോട്ടിലൂടെ നടക്കുകയാണ്. മീനാക്ഷിയുടെ പിന്നാലെ നമ്മുടെ ആകാശം ചെന്നു. എൻ്റെ മീനു, നീ ഒന്ന് സമാധാനപ്പെട്. എങ്ങനെ സമാധാനപ്പെടാനാ? ഫാമിലി ട്രിപ്പ് പോലെ ഹണിമൂണിന് കൊണ്ടുവന്നതും പോരാഞ്ഞിട്ട് ഇപ്പോൾ സ്വന്തമായിട്ട് കിട്ടിയ റൂമിൽ പോലും ഒരുമിച്ചിരിക്കാൻ പറ്റുന്നില്ലല്ലോ. എൻ്റെ അവസ്ഥ ഭയങ്കര ദയനീയമാണ് എന്നൊക്കെ പറഞ്ഞ് ഇവളിങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ അവർ വർത്തമാനമൊക്കെ പറയുമ്പം, മീനു, നിനക്ക് വേണ്ടിയിട്ട് നമുക്ക്
ആ ഒരു ജംബോ വാലി പാർക്കിലേക്ക് പോയാലോ? അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ആ ഒരു തീരുമാനം എടുക്കുകയാണ്. സ്വന്തമായിട്ട് ചെന്ന് അപകടത്തിലേക്ക് പോവാം എന്നുള്ള ആ ഒരു തീരുമാനം. അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണെങ്കിലോ നമ്മുടെ ആര്യൻ അവിടെ ഒരു വഴിയിലൂടെ നടന്നു വരികയാണ്. ഈ സമയത്താണെങ്കിൽ മിത്രയുടെ കാമുകനെ കണ്ടു. അവനെ കണ്ടതും എടാ ഫ്രോഡെ, നീ ഇവിടുന്ന് പോയില്ലേ? നീ എന്തിനാണ് മിത്രയ്ക്ക് പിന്നാലെ നടക്കുന്നത്? നിന്റെ ഉദ്ദേശം ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ ആര്യൻ അവൻ്റെ അടുത്ത് സംസാരിക്കുമ്പം എനിക്ക് നിന്നോട് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നീ മിത്രയുടെ മുറച്ചെറുക്കനൊക്കെ ആയിരിക്കും, പക്ഷേ അവള് എന്നും എൻ്റേത് മാത്രമായിരിക്കും. എനിക്ക് അവളോട് മാത്രമല്ലടാ ബന്ധങ്ങളുള്ളത്. എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ കൊടൈക്കനാല്. എനിക്ക് മനസ്സിലായി നീ അവളുടെ പിന്നാലെ ഇങ്ങോട്ട് വന്നതല്ലേ എന്നൊക്കെ ഈ ഒരുത്തം പറയുമ്പോഴത്തേക്കിനും ആര്യനാണെങ്കിലോ നീയോ പക്ക ഫ്രോഡ്. നിന്നെ വിശ്വസിച്ച് വന്ന മിത്രയാണെങ്കിൽ അതിലും വലിയ ഉടായ്പ്. നിങ്ങൾ എന്തെങ്കിലും ആയിക്കോ എന്നുള്ള രീതിയിൽ ആര്യൻ അവിടെ നിങ്ങൾ പോരുകയാണ്. പിന്നീടാണെങ്കിലോ നമ്മുടെ മീനുവും അതുപോലെ തന്നെ ആകാശം കൂടെ ആ ഒരു പാർക്ക്, ജംബോ വാലി പാർക്കും ആ ലോഡ്ജും ഒക്കെ അന്വേഷിച്ച് ആ സ്ഥലത്ത് എത്തുക. അപ്പം ഇവരവിടെ വന്നതും അവിടെ പ്രത്യേകിച്ചൊന്നും തന്നെ കാണാനില്ല എന്ന് മനസ്സിലായി. അല്ല, ഇനി അവര് ആ ഗൈഡ് നമ്മളോട് കള്ളത്തരം പറഞ്ഞതായിരിക്കുമോ നമ്മളെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്? അപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അല്ല മീനു, ഒരു പക്ഷേ അതൊക്കെ ഉണ്ടാകും. നമുക്ക് അകത്ത് പോയി ഒന്ന് അന്വേഷിക്കാമെന്നൊക്കെ പറയുമ്പോൾ ഈ ഗുണ്ടകൾ എല്ലാവരും കൂടെ അവിടെ പതുങ്ങി ഇരുന്നിട്ട് നമ്മൾ രാവിലെ കൊളുത്തിയ ഇരയിൽ ഒരു 2 മീനുകൾ കുടുങ്ങിയിട്ടുണ്ട്, നമുക്ക് അവരെ ട്രാപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഇവന്മാര് സംസാരിക്കുക. അങ്ങനെ നമ്മുടെ മീനുവും അതുപോലെ തന്നെ ആകാശം കൂടെ അവിടെ ആ ഒരു ലോഡ്ജിൽ റൂം എടുക്കുകയാണ്. അപ്പം തങ്ങൾക്ക് ഒരുമിച്ചിരിക്കാനും തങ്ങൾക്ക് ഒരുമിച്ച് സംസാരിക്കാനും കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനും ഒന്നും അവിടത്തെ പറ്റുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ റൂമിലിരുന്ന് ഇവർ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ഇവർ സംസാരിച്ച് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവർ തങ്ങളിലുള്ള ഒരു റൊമാൻസ് അവിടെ നടക്കുന്ന ആ ഒരു സമയത്താണെങ്കിലോ ഒരു പാട്ട് സീനൊക്കെയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത്. അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ അവിടെ നടക്കുമ്പം 2 അവന്മാര്, അതായത് നമ്മുടെ മിത്രയുടെ കള്ള കാമുകനും അതുപോലെ തന്നെ മറ്റു 2 പേര് പോലീസിന്റെ വേഷമൊക്കെ അണിഞ്ഞ് ഇവരെ ട്രാപ്പിലാക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. അപ്പം ഇവരിങ്ങനെ ഇരിക്കുന്ന ആ ഒരു സമയത്ത് റൂമിന് വെളിയിൽ നിന്ന് ആരോ കൊട്ടുകയാണ്. അങ്ങനെ വാതിൽ തുറന്ന് നോക്കുമ്പം ആകാശം മീനും ശരിക്കും ഞെട്ടി. എന്താടാ, റൂം എടുത്തിട്ട് അവിഹിതമാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അവർ വളരെ മോശമായിട്ട് നമ്മുടെ ആകാശിനോടും മീനുവിൻ്റെ അടുത്തും ഒക്കെ സംസാരിക്കുമ്പം മീനുവും ആകാശം പറഞ്ഞു, ഞങ്ങൾ ഭാര്യയും ഭർത്താവുമാണ്. അങ്ങനെ തന്നെയാണ് ഇവിടെ വരുന്ന സകല ആൾക്കാരും പറയുന്നത്. എന്തായാലും നിന്നെയൊക്കെ അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റത്തില്ലല്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞ് പോലീസുകാർ നമ്മുടെ ആകാശിന്റെ ഷർട്ടിന് കുത്തിപ്പിടിക്കുകയാണ്. ഈ സമയത്താണെങ്കിലോ സാറേ അദ്ദേഹത്തെ ഒന്നും ചെയ്യരുത് എന്നും പറഞ്ഞ് മീനാക്ഷി നിലവിളിക്കാൻ തുടങ്ങി. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനും ഒരു രക്ഷകനെ പോലെ നമ്മുടെ മിത്രയുടെ കാമുകൻ അവിടെ അവതരിക്കുകയാണ്. അവൻ വന്നിട്ട് പറഞ്ഞു, എന്താ സാറേ, എന്താ പ്രശ്നം? സാറേ, ഞങ്ങൾ പറയുന്നതൊന്ന് മനസ്സിലാക്ക്, ഞങ്ങൾ ഭാര്യയും ഭർത്താവും ആണ് എന്നും പറഞ്ഞ് മീനാക്ഷി ആ സാറിനോട് കെഞ്ചി പറയുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ സാന്ത്വനം 2-ന്റെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. നാളെ ഇതേ സമയം ഈ വിശേഷമായിട്ട് എത്തുന്നതായിരിക്കും. അതുവരെ എല്ലാവരും കാത്തിരുന്ന് കാണുക. എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിക്കുകയാണ്. അപ്പോൾ ഓക്കെ, താങ്ക്